കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം 24 അധ്യായമാണ്. എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം. മോശ യഹോവയുടെ എല്ലാ വചനങ്ങളും എല്ലാ ന്യായവിധികളും ദൈവവുമായുള്ള തങ്ങളുടെ ദൃഢമായ ഉടമ്പടി ഒക്കെ ഇസ്രായേലിനോട് വിവരിക്കുന്നു. 2. മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ ദൈവത്തെ കണ്ടുമുട്ടുന്നു. യഹോവ മോശയോട്, എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറുവെന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രധാനമായും പഠിക്കുന്നത്. ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ പഠിക്കാം. 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറുവെന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പീൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ, അവർ അടുത്ത് വരരുത്, ജനം അവനോടുകൂടെ കയറി വരികയും അരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ പ്രധാനമായി നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ നാദാബും അബീഹുവും? പുറപ്പാട് പുസ്തകം 6 അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അഹരോൻ അമ്മി നാദാബിൻ്റെ മകളും നഹശോൻ്റെ സഹോദരിയുമായ എലീശേബയെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവന് നാദാബ്, അബീഹു, എലയാസർ, ഉഥമാർ എന്നിവരെ പ്രസവിച്ചു. പുറപ്പാട് പുസ്തകം 6 അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്ന 23 വചനം. നാദാബും അബീഹുവും അഹരോൻ്റെ മൂത്ത പുത്രന്മാരാണ്. 70 പേർ ഇവർ ന്യായാധിപന്മാരല്ല എന്ന് ഓർക്കണം. പിന്നെയോ ഗോത്രങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരാണ്. 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, എന്നാൽ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏകശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തോണം 12 തൂണും പണിതു. 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ചു. യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു. രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. കൂടാതെ അവൻ നിയമപുസ്തകമെടുത്ത് ജനം കേൾക്ക വായിച്ചു. അപ്പോൾ യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കും എന്നവർ പറഞ്ഞു. ഇത് കേട്ട മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. പുരോഹിതനല്ലാതെ മോശയ്ക്ക് ഇങ്ങനെ ഒരു യാഗം അർപ്പിക്കുവാൻ കഴിയുമായിരുന്നോ എന്നൊരു ചോദ്യം വരാം. അതെ, മോശയ്ക്ക് ആ അധികാരം ദൈവം കൊടുത്തിരുന്നു എന്ന് ലേവ്യ പുസ്തകം 8 അധ്യായത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. പിന്നെയോ കർത്താവ് ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. ഇതിൽ നിന്നെല്ലാം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നവനാണ്. തൻ്റെ രക്തം ചൊരിയുന്നതിലൂടെ യേശു ക്രിസ്തു ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ മോശ ചെയ്തതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമോ നിയമം സ്ഥിരമാക്കുന്നത് നിയമകർത്താവിൻ്റെ ജീവകാലം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടുരോപവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. എബ്രായർ 9:15 മുതൽ 20 വരെയാണ് ഞാൻ വായിച്ചത്. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതിനായി നിർജീവമായ പ്രവൃത്തികളിൽ നിന്ന് മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് തളിക്കുന്ന രക്തം പ്രതിനിധീകരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പീൻ. ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിനും മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. 1 യോഹന്നാൻ 2:1 മുതൽ 2 വരെയാണ് ഞാൻ വായിച്ചത്. നീതിമാനായ യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ നമ്മുടെ അഭിഭാഷകനാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനല്ലോ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. 1 തിമോത്തിയോസ് 2:5 മുതൽ 6 വരെയാണ് ഞാൻ വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനല്ലാതെ
മറ്റെന്തിനോടെങ്കിലും നമ്മൾ മാധ്യസ്ഥം യാചിച്ചാൽ അത് വെറും ഒരു അധര വ്യായാമമായി മാത്രം അവസാനിക്കും എന്നല്ലാതെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയോ ദൈവം അതിന് മറുപടി പറയുകയോ ചെയ്യില്ല. വിശുദ്ധ പത്രോസ്ലീഗ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു: പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 1 പത്രോസ് 1:2 ഞാൻ വായിച്ചത്. കർത്താവ് യേശു ക്രിസ്തു ആണ്ടുതോറുമുള്ള രക്തച്ചൊരിച്ചിൽ നിന്നും നമുക്ക് വേണ്ടി ഒരിക്കൽ രക്തം ചൊരിഞ്ഞ് നമ്മുടെ രക്ഷയെ ഏറ്റെടുത്തു. വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു: പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാക്കുന്നു. ലൂക്കോസ് 22:19 മുതൽ 20 വരെയാണ് ഞാൻ വായിച്ചത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 11:24 മുതൽ 25 വരെയാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് തന്നെ പാപങ്ങളുടെ മോചനത്തിനായി മറ്റൊരു രക്തച്ചൊരിച്ചിലിൻ്റെ ആവശ്യമില്ല എന്ന് വിശുദ്ധ സുവിശേഷകന്മാരും പൗലോസ്ലീഹായും നമ്മോട് പറയുന്നു. ഇന്ന് ധനസമ്പാദനത്തിനായി പുരോഹിതന്മാരുൾപ്പെടെ അനേകർ ദൈവവചനത്തെ വളച്ചൊടിച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. അതിൻ്റെ അനന്തരഫലമോ ഈ തലമുറയും വരും തലമുറയും ദൈവത്തെ തള്ളിക്കളയുന്നവരായി മാറുന്നു എന്നതാണ് സങ്കടം. 9 മുതൽ 11 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്ന് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവർ അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ദൈവം അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കുക മാത്രമല്ല, കാണുകയും ചെയ്തു. എങ്കിലും അവർ ഭയക്കുകയോ പരിഭ്രാന്തരാവുകയോ ചെയ്തില്ല. ദൈവം അവർക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സൗമ്യവും മനോഹരവും ആകർഷകവുമായ വശമാണ് കാണിച്ചു കൊടുത്തത്. എസ്കേൽ പ്രവാചകൻ കണ്ടത് ഇതുപോലെയായിരുന്നു എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തുന്നു. എസ്കേൽ പുസ്തകം 1:26 മുതൽ 27 വരെ ദയവായി നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. 12 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറുവെന്ന് അവിടെ ഇരിക്കാം. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമ്പോൾ ഇവിടെ താമസിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ താമസിപ്പീൻ എന്ന് പറഞ്ഞു. ഇതിനർത്ഥം പർവ്വതത്തിന് താഴെയുള്ള ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ സമതലത്തിൽ എന്നാണ്. മോശ എത്ര നാൾ ദൈവസന്നിധിയിലായിരിക്കും എന്നറിയില്ല. അതുകൊണ്ട് മോശ മടങ്ങി വരുന്നത് വരെ ഈ സ്ഥലത്തു നിന്ന് നിങ്ങൾ പോകരുത് എന്നായിരുന്നു നിർദ്ദേശം. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിൻ്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. 40 എന്ന സംഖ്യ തീർച്ചയായും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായിരുന്നു. കാരണം സീനായി പർവ്വതത്തിൽ പുറപ്പാട് 34:28 ആവർത്തന പുസ്തകം 9:18 1 രാജാക്കന്മാർ 19:8 ആവർത്തനം 8:2 ഇങ്ങനെ ഒരു സംഖ്യ കാണാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ സംഖ്യയ്ക്ക് ഒരു വലിയ പ്രാധാന്യമാണുള്ളത്. ദൈവം ഇപ്പോൾ മറ്റൊരു ലക്ഷ്യവുമായിട്ടാണ് മോശയെ വിളിച്ചിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, യേശുക്രിസ്തുവിൻ്റെ പ്രലോഭന സമയത്ത് ഉപവസിച്ചപ്പോഴും വിശുദ്ധ മത്തായി 4:2 വിശുദ്ധ ലൂക്കോസ് 4:1 മുതൽ 2 വരെയുള്ള വചനങ്ങളിലും കർത്താവ് 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം മാത്രമായിരുന്നു എന്ന് മാത്രമല്ല, അവൻ സഭയെ വിളിച്ചതും തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങിയതും എന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അതുപോലെ മോശ ദൈവത്തോടു കൂടി ആയിരിക്കുന്നതും വളരെ പ്രസക്തമായൊരു കാര്യവുമായിട്ടാണ് എന്ന് നമുക്ക് വരും ക്ലാസ്സുകളിൽ വ്യക്തമായി പഠിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.